ഇന്ന് ഫേസ്ബുക്കിൽ താങ്കൾ പിണറായി വിജയൻ പിതൃതുല്യനാണ് എന്നെഴുതി. പി വി അൻവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി വിജയൻ പിതൃതുല്യനാണ് എന്നായിരുന്നു മുൻപ്. പക്ഷേ അദ്ദേഹം ആ നിലപാടിൽ നിന്ന് മാറി. ഒരു പക്ഷേ അദ്ദേഹത്തിന് വേറൊരു തിരിച്ചറിവ് ഉണ്ടായപ്പോഴായിരിക്കും. താങ്കളെ സംബന്ധിച്ച് ഇപ്പോഴും പിണറായി വിജയനിൽ 100% വിശ്വാസം അർപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇതുവരെയുള്ള എൻ്റെ അനുഭവം, ഞാനിപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങിയിട്ട് 19 വർഷമായി. മുസ്ലിം ലീഗിൽ നിന്ന് പോന്ന് ആ വർഷം 2005 മുതൽ അദ്ദേഹവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഈ കാലയളവിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിലും അദ്ദേഹം ഒരു കാപ്പട്യപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം എന്നെ ശാസിച്ചിട്ടുണ്ട്, എന്നെ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ശാസിച്ചിട്ടുണ്ട്. എൻ്റെ വാപ്പ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ 90 വയസ്സായി. നമ്മുടെ ചില മാധ്യമപ്രവർത്തകർ വിനു വി ജോണും നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറും അദ്ദേഹം മരിച്ചു എന്നാണ് പറഞ്ഞത്. 90 വയസ്സായി എൻ്റെ വാപ്പാക്ക്. വാപ്പന്നെ ചീത്ത പറഞ്ഞു. 90ാമത്തെ വയസ്സിൽ വാപ്പയെ തൃശ്ശൂരിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് വളരെ കർക്കശമായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എൻ്റെ പിതൃതുല്യൻ എന്ന് ഞാൻ പിണറായിയെക്കുറിച്ച് പറഞ്ഞത് വെറുതെ അല്ല. ഒരു പിതൃതുല്യൻ സ്വാഭാവികമായിട്ടും നമ്മളോട് വഴക്ക് പറയും, നന്നാവണമെന്നുള്ള ഉദ്ദേശത്തിൽ ശാസിക്കും. അതൊക്കെ എൻ്റെ പൊതുജീവിതത്തിൽ എനിക്ക് മുതൽക്കൂട്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തോട് വ്യക്തിപരമായ കാര്യം. അതിനപ്പുറത്ത് നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നോക്കൂ, മുഖ്യമന്ത്രിയുടേതായി ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന അഭിമുഖം വലിയ തോതിൽ വിവാദമായി. അത് സമൂഹത്തിൽ തെറ്റിദ്ധാരണയും ഒരർത്ഥത്തിൽ സാമൂഹ്യ വിഭജനവും ഉണ്ടാക്കുന്ന നിലയുണ്ടായി. കാരണം ഇതൊരു നറേറ്റീവിന് തുടക്കം കുറിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. അതിൽ നിന്ന് മുഖ്യമന്ത്രി PR ഏജൻസിക്ക് ഞങ്ങൾ കൊടുത്തില്ല എന്നൊക്കെയുള്ള ഒഴുക്കൻ ന്യായം പറയുകയാണ്. മനഃപൂർവ്വമല്ലാതെ പോലും അങ്ങനെ ഒരു തെറ്റ് ഉണ്ടാകാൻ പാടുള്ളതായിരുന്നു. മനഃപൂർവ്വം അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 101% ഉറപ്പാണ്. കാരണം മലപ്പുറം ജില്ലയെ ടാർണിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരെ ടാർണിഷ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഇടതുപക്ഷത്തെയും CPIM-നെയും ടാർണിഷ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. കാരണം ആ ജില്ല രൂപീകരിച്ചത് 1967 രണ്ടാം EMS മന്ത്രിസഭ നിലവിൽ വന്ന കാലത്ത് 1969, 68, 69 കാലത്താണ്. മുന്നണി ഭരിക്കുമ്പോഴാണ് ലീഗ് ഇടതുപക്ഷത്താണ്. പക്ഷേ ലീഗിന് മാത്രമായിട്ടൊരു ജില്ല ഉണ്ടാക്കാൻ വേണ്ടി കഴിയോ? അങ്ങനെ ആയിരുന്നെങ്കിൽ മുസ്ലിം ലീഗിന് വളരെ ശക്തിയുള്ള UDF സർക്കാർ എത്ര വന്നു? എന്നിട്ട് എന്തേ പുതിയൊരു ജില്ല ആ മേഖലയിൽ ഉണ്ടായില്ല? അതുണ്ടാകണമെങ്കിൽ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷി മുഖ്യമന്ത്രി അതിൽ വ്യക്തമായിട്ടുള്ളൊരു നിലപാടുകാരനാവണം. അന്ന് ആ ജില്ലക്കെതിരായിട്ട് ഉയർന്ന മുദ്രാവാക്യങ്ങൾ ശരിയായിരുന്നു എന്ന് CPM സമ്മതിക്കുന്നു എന്ന് വരില്ലേ? മലപ്പുറം ജില്ലയെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി CPM ശ്രമിക്കുന്നു എന്നുള്ള ഈ വാദം അംഗീകരിച്ചാൽ, അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ ഒരു പിഴവാണല്ലോ. രാഷ്ട്രീയമായും വലിയ പിഴവാണ്. അതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തണ്ടേ? മുഖ്യമന്ത്രിക്ക് അതിനൊരു താല്പര്യമില്ല. അദ്ദേഹം ഒരു നിയമ നടപടിക്ക് ഒരുക്കമല്ല എന്ന നിലപാടിലാണ്. എങ്ങനെയാണ് ഈ PR ഏജൻസി വന്നത് എന്നതിനെ കുറിച്ച് അന്വേഷണമില്ല. ഇക്കാര്യത്തിൽ നടപടി ആവശ്യമല്ലേ? അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് CPM-ന് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ പാർട്ടിയുടെ തീവ്രമായിട്ടുള്ള പരിശ്രമത്തിൽ ജന്മം കൊണ്ട ജില്ലയാണ് മലപ്പുറം. ആ മലപ്പുറത്തെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ചുമതല പാർട്ടിക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ കക്ഷികൾക്കുമുണ്ട്. പക്ഷേ മലപ്പുറത്തിനെതിരെയുള്ള നറേറ്റീവിന് ഇരയിട്ട് കൊടുക്കുന്ന പണിയല്ലേ ഇവിടെ നടന്നത്? ആര് നടത്തിയെന്നാണ് നമ്മൾ പറയുന്നത്? ആരാണ് അതിന്റെ ഉത്തരവാദി? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലാണ് അഭിമുഖം അടിച്ചു വന്നത്. ഹിന്ദു ദിനപത്രം വിശദീകരിക്കുന്നു, മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന PR എക്സിക്യൂട്ടീവാണ് ഞങ്ങൾക്ക് രേഖാമൂലം ഇക്കാര്യം തന്നതെന്ന്. അന്വേഷണം പോലും ആവശ്യമില്ല. അതിന്റെ വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകി കഴിഞ്ഞു. ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കെ അദ്ദേഹം തന്നെയാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം ഏൽപ്പിക്കാതെ, CPM ഏൽപ്പിക്കാതെ ആരോ 2 പേർ ഇങ്ങനെ ഒരു കഥ ദ ഹിന്ദുവിന് കൊടുക്കുക, മുഖ്യമന്ത്രിയുടെ ഒപ്പം ഇരുന്ന് എന്നുള്ളത് പറഞ്ഞില്ലേ? ഖേദം പ്രകടിപ്പിച്ചല്ലോ. ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് ശരിയായ വാക്കുകളല്ല എന്ന അർത്ഥത്തിലാണ്. അതിന്റെ അർത്ഥം തന്നെയല്ലേ? മുഖ്യമന്ത്രിയുടെ ഒപ്പം മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന്, മുഖ്യമന്ത്രി അല്ല പറഞ്ഞത് എന്നുള്ളത് ഹിന്ദു പത്രം പറഞ്ഞോ? അവർ ഖേദം പ്രകടിപ്പിച്ചല്ലോ. അതോടുകൂടി ആ പ്രശ്നം തീർന്നില്ലേ? പിന്നെ നമ്മൾ എന്തിനാണ് എങ്ങനെയാണ് അങ്ങനെ തെറ്റിദ്ധാരണാജനകമായ കാര്യം അവിടെ സംഭവിച്ചത്? വാർത്താ മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു വളരെ മോശപ്പെട്ടൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. മലപ്പുറത്തെ മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നു. ഇതുവരെയുള്ള ആക്ഷേപം എന്തായിരുന്നു? മലപ്പുറത്തെ വെള്ളപൂശുന്നു മുഖ്യമന്ത്രി, മലപ്പുറത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക്
വളരെ കൂടുതൽ വാരിക്കോരി കൊടുക്കുന്നു. അദ്ദേഹം ന്യൂനപക്ഷാനുകൂല മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. പല പല പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഘട്ടത്തിൽ അത് പൗരത്വ ഭേദഗതി നിയമമായാലും ശരി, കശ്മീരിൻ്റെ 307 വകുപ്പ് അനുസരിച്ച് പ്രത്യേക പദവി എടുത്തു കളയുന്നതായാലും എന്ന പ്രശ്നമായാലും ശരി, ഏത് വിഷയമായാലും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിനെ മുഴുവനായിട്ട് ശക്തമായിട്ട് പിണറായി വിജയൻ എതിർക്കുന്നത് മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, മലബാറിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് സീറ്റുകൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് ആക്ഷേപിച്ചിരുന്ന അതേ ആളുകളാണ് ഇപ്പൊ പറയുന്നത് മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. പ്രീണനമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യാം.